ആലത്തൂർ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ മന്ത്രി കെ രാധാകൃഷ്ണനാണ് LDF-ന് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ അവസാനവട്ട റോഡ് ഷോയിലാണ്. അല്പസമയത്തിനകം വടക്കാഞ്ചേരിയിലായിരിക്കും ഈ റോഡ് ഷോ സമാപിക്കുക. അവിടെ കൊട്ടിക്കലാശം നടക്കുകയും ചെയ്യും. രാധാകൃഷ്ണേട്ടാ, എങ്ങനെയുണ്ട്? നല്ല ചൂട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ചൂട് അവിടെ നല്ല ചൂട് തന്നെയാണ്. നമ്മുടെ ഇന്ന് കാലത്ത് ചിറ്റൂരിൽ നിന്ന് ആരംഭിച്ചതാണ് റോഡ് ഷോ. അപ്പോൾ ചിറ്റൂർ, നെമ്മാറ, ആലത്തൂർ, തരൂർ ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് ചേലക്കര, അത് കഴിഞ്ഞ് വടക്കാഞ്ചേരിയിലാണ് സംഭവിക്കുക. അപ്പോൾ നല്ല സ്വീകരണമാണ് ഇപ്പോൾ ഈ റോഡ് ഷോയിലും കാണുന്നത്. നിലവിൽ മണ്ഡലത്തിലെ വിവിധ പര്യടനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പര്യടനത്തിലെല്ലാം എല്ലാ പ്രദേശങ്ങളും, എല്ലാ ബൂത്ത് തലത്തിലും വലിയ ആൾക്കൂട്ടങ്ങളായിരുന്നു. വൃദ്ധരും അതുപോലെ തന്നെ കുട്ടികളും എല്ലാം അടങ്ങിയ വലിയ ഇടപെട്ട് ചോദിക്കുകയാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്നാണ് പുറത്തൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ലീഡ് രാഷ്ട്രീയമായിട്ട് എടുത്തു കഴിഞ്ഞു? അത് അങ്ങനെ പറയാൻ ഞാനില്ല. നെക്ക് നെക്കാന്നും പറയുന്നില്ല, വലിയ ഭൂരിപക്ഷമാണെന്നും പറയാനില്ല. അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ അവകാശപ്പെടില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് നിലവിലുള്ള. അതായത് കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഗുണം പൊതുവെ കാണാനുണ്ടോ? പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നല്ലപോലെ നടക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലയ്ക്ക് നല്ല പ്രവർത്തനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വേറൊരു പ്രത്യേകത കാണുന്നത്, ജനങ്ങൾ കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു. കുറവ് അംഗസംഖ്യ ഉണ്ടായിട്ടും അവിടെ പൊരുതാനുണ്ടായത് ആ കുറഞ്ഞ അംഗസംഖ്യയുള്ളവരാണ്. അത് ജനവിരുദ്ധ നയങ്ങളാവട്ടെ, അതോടൊപ്പം തന്നെ നിയമനിർമ്മാണങ്ങളാവട്ടെ, തൊഴിലാളി വർഗത്തിനെതിരായിട്ടുള്ള നിയമനിർമ്മാണം വന്നു. അതുപോലെ തന്നെയാണ് കർഷക വിരുദ്ധമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ വന്നു. അതുപോലെ മനുഷ്യനെ വിഭജിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ച സമയത്തെല്ലാം നമ്മുടെ മതേതരത്വമടക്കം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവിടെ അംഗസംഖ്യ കുറഞ്ഞ ഇടതുപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നല്ലൊരു മാറ്റം ആളുകൾ പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ചർച്ച ചെയ്താണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ മെമ്പർമാരുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പോരാട്ടം നമുക്ക് നടത്താൻ കഴിയുമായിരുന്നു. ഇപ്പം രാജേട്ടാ, ഇന്നിപ്പം മുഖ്യമന്ത്രിയുമായിട്ട് നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. BJP 2ാം സ്ഥാനത്ത് പോലും വരില്ല എന്നൊക്കെയുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ ആലത്തൂരിലേക്ക് വരുമ്പോൾ, ആലത്തൂരിൽ കഴിഞ്ഞ തവണ 1,58,000 വോട്ടാണ് UDF സ്ഥാനാർത്ഥി വന്നിറങ്ങി കൊണ്ടുപോയത്. ആ ഒരു ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് കൃത്യമായി ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു വളരെ ഗംഭീരമായ ഒരു വിജയം എന്ന അർത്ഥത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് കഴിഞ്ഞ 2019 റിസൾട്ട് വന്നതിന് ശേഷമാണല്ലോ ലോക്കൽ ബോഡീസിലേക്ക് തിരഞ്ഞെടുപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം വലിയ രീതിയിലുള്ള തിരിച്ചറിവാണ് നടത്തിയത്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പായപ്പോൾ അതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അതെല്ലാം നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നാളെ നിശബ്ദ പ്രചാരണമാണ്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ പ്ലാൻഡാണ്? അതൊക്കെ ഓരോ ആളുകളെ കാണാത്തൊക്കെ തന്നെയുള്ളൂ, അല്ലാതെ വല്ലാതെ വേറെ പ്രവർത്തനമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുണ്ട്. ഒപ്പം തന്നെ ഞാൻ ആദ്യം ചോദിച്ച പോലെ അന്തരീക്ഷത്തിൻ്റെ ചൂട് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബാധിക്കും, മനുഷ്യരിലെ മൃഗങ്ങളെയും ബാധിക്കും. 46-47 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അല്ല സെൽഷ്യസിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിളക്കലുണ്ടല്ലോ, അത് ശരീരത്തെ ബാധിക്കും സ്വാഭാവികമായിട്ടും. അതൊക്കെ മനുഷ്യരും എല്ലാ മൃഗങ്ങൾക്കും പോലും ബാധിക്കും. അതിജീവിക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമം നമ്മൾ ഒരിക്കലും ഒരു സമയവും കളഞ്ഞില്ല. 2:30-ക്കും 3:30-ക്കും വരെ രാവിലെ തുടങ്ങിയാൽ, ഇന്നലെ ഇപ്പോൾ ഉദാഹരണം 8:45 തുടങ്ങിയിട്ട് ഈ ഓപ്പൺ വാഹനത്തിലാണ് 2:15, 2:30 ഉച്ചയ്ക്കൽ ആ സമയം വരെ ഇതിലാണ്. ഇന്നിപ്പോൾ കാലത്ത് തുടങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് നേരം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു, ബാക്കിയുള്ള സമയമെല്ലാം നമ്മൾ ഇത് നിരവധി ദിവസങ്ങളിലെ ഒരു പ്രവർത്തനമാണ്. അതായത് 2 ജില്ലകളിൽ കിടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെ ഒരുവിധം എല്ലായിടത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളതാണ് കരുതുന്നത്. ചേട്ടാ, ഇവിടെ ഈ മണ്ഡലത്തിൽ പ്രാദേശിക വിഷയങ്ങളാണോ കൂടുതൽ ചർച്ചയാകുക, അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ ഉള്ള ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കുമോ കൂടുതലൊരു ഊന്നലുണ്ടാവുക? എന്താണ് മനസ്സിലാക്കുക? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടാണ് കണ്ടത്. ഞങ്ങളൊരിക്കലും ചെറിയ ചെറിയ പെറ്റി കേസുകൾ ആയിട്ടുമല്ല പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ സമീപിച്ചത്. അതിനനുസരിച്ചുള്ള ഗൗരവമായിട്ടുള്ള ക്യാമ്പയിനുമാണ് നടത്തിയത്. അപ്പം എതിർ സ്ഥാനാർത്ഥിയും UDF ഒക്കെ പറയുന്നത് രാധാകൃഷ്ണൻ നല്ലൊരു മന്ത്രിയാണ്, മന്ത്രിയായി തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം പ്രചാരണങ്ങളെയൊക്കെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ആ സർട്ടിഫിക്കറ്റിന് നന്ദി. അപ്പോൾ ഞാൻ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നെ നയിക്കുന്ന എൻ്റെ പാർട്ടിയല്ലേ. അപ്പോൾ പാർട്ടിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഓരോ പാർട്ടി അംഗവും എന്ത് ചെയ്യണം, എവിടെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ രാധാകൃഷ്ണൻ പലതവണ മന്ത്രിയായിട്ടുണ്ട്, സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭയിലേക്ക് വരുമ്പോൾ എന്ത് ഒരു വ്യത്യാസം എന്താണ് രാധാകൃഷ്ണൻ ഫീൽ ചെയ്തിട്ടുള്ളത്? ലോകസഭ എന്നൊരു വ്യത്യാസമുള്ള നമ്മുടെ ഇന്ത്യയുടെ ലോക്സഭയാണ്. സോ അല്ല, പാർലമെൻറ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്, അസംബ്ലിയുടേതായിട്ടുള്ള, ലോക്കൽ ബോഡീസിന് അതിൻ്റേതായിട്ടുള്ള, ഓരോ ഭരണ സംവിധാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് പാർലമെൻറ്റിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത തന്നെയുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ അർത്ഥത്തിൽ പൂർണ്ണ കോൺഫിഡൻസിലേക്ക് നിലവിൽ രാധാകൃഷ്ണൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനും ഇപ്പോൾ ഇത്രയും സമയത്തെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ലാതെ പിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കോൺഫിഡൻറ്റോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ശീലം. അപ്പം എന്തായാലും ഇനിയിപ്പം ചുരുങ്ങിയ സമയം കൂടെ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ തരത്തിൽ തന്നെ അങ്ങയുടെ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഈ ഒരു ഘട്ടത്തിൽ ആശംസിക്കുകയാണ്. താങ്ക് യു.